ഹല്ലേലൂയ. തടസ്സങ്ങളെ നമുക്കിന്ന് തകർക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ അടയപ്പെട്ട വാതിലുകളുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ അടയപ്പെട്ട വഴികളുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രോത്ത് ഇല്ലാത്ത അനുഭവം ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മെസ്സേജാണ് ഇന്നത്തെ മെസ്സേജ്. യെശയ്യാവ് 43:19. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇന്ന് ഉത്ഭവിക്കും, അത് നിങ്ങൾ അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? പൂർണ്ണ ഹൃദയത്തോട് ഈ വചനമൊന്ന് ഏറ്റെടുത്തേ. ഈ വചനപ്രകാരം ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യാനായിട്ട് പോവുകയാണ്. തടസ്സങ്ങളെ തകർക്കാനായിട്ട് പോവുകയാണ്. വഴിയില്ലാതിരുന്നിടത്ത് ദൈവം ഇന്നൊരു വഴിയെ വെട്ടാനായിട്ട് പോവുകയാണ്. നിർജ്ജന പ്രദേശം പോലെ കിടന്നിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൂഷ്ടമാക്കുവാൻ, ജീവനുള്ളതാക്കുവാൻ നദികളെ ദൈവം ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളിത് വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം എന്തുമായിക്കൊള്ളട്ടെ, അനേക വഴികളൊന്നും നിങ്ങൾ കാണുന്നില്ല. ദൈവം ഉദ്ദേശിക്കുന്ന ഒരു വഴി മതി ദൈവമക്കളെ. ആ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ദിവസങ്ങളിൽ കണ്ടിട്ടില്ലാത്ത നന്മകൾ, അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ യേശു മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കാനായിട്ട് പോവുകയാണ്. തടസ്സങ്ങൾ മാറാനായിട്ട് പോവുകയാണ്. ഈ വഴി ഇന്ന് ഉത്ഭവിച്ചു വരും. ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തിലേക്കുള്ള യാത്രയിൽ മിസ്രയീമ്യരുടെ അടിമത്തത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ അവരുടെ മുൻപാകെ വലിയൊരു ചെങ്കടൽ നിൽക്കും. ആ ചെങ്കടലിനെ പിളർന്ന് രണ്ടാക്കി അതിലൂടെ വഴിവെട്ടിയ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം അത് ഇന്ന് ഉത്ഭവിക്കും എന്ന് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ബ്രേക്ക് ത്രൂയുടെ ദിവസം ഇന്നാണ്. നിങ്ങളത് പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിക്കുക. ഇന്ന് ദൈവം പുതിയൊരു വഴിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറക്കും. ഈ വചനം വെച്ച്, യെശയ്യാവ് 43:19 വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വാസത്തോടുകൂടെ പ്രഖ്യാപിക്കുക, വിശ്വാസത്തോടുകൂടി ഏറ്റു പറയുക. ഹല്ലേലൂയ. പുതിയ വഴികളെ ദൈവം തുറക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തി തടസ്സമായി നിൽക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തി മുഖാന്തരം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ ഹാമാൻ എന്ന് പറയുന്നൊരു വ്യക്തി യഹൂദ കൂട്ടത്തിന് മുഴുവൻ മൂലനാശം വരുത്താനായിട്ട് നിൽക്കുമ്പോൾ എസ്തേറിൻ്റെ പ്രാർത്ഥന മുഖാന്തരം ആ വ്യക്തിയെ തന്നെ നീക്കിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ആ വ്യക്തിയെ ദൈവം ഇന്ന് മാറ്റാനായിട്ട് പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 19:26 ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. റോമർ 8:31 വചനം പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് മുൻപായി നിൽക്കുന്ന, നിങ്ങളുടെ തടസ്സമായി നിൽക്കുന്ന ആ വ്യക്തിയെ മാറ്റുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ഇന്ന് നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമായിട്ട് ഒരു വ്യക്തിയും നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയില്ല. ഈ വചനത്തെ നിങ്ങൾ ഏറ്റു പറയുക. യോശുവ 1:5 പറയുന്നത് പോലെ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. ഒരു വ്യക്തിയും നിങ്ങളുടെ മുൻപിൽ തടസ്സമായി ഇനി ഇരിക്കത്തില്ല. ഈ വചനങ്ങൾ, ഞാനിപ്പോൾ പറയുന്ന വചനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഓരോരോ ദിവസവും ഏറ്റു പറയുക. ഒരു വ്യക്തി പോലും നിങ്ങൾക്ക് തടസ്സമായി നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. വഴികൾ, വാതിലുകൾ ദൈവം തുറക്കുകയാണ്. വ്യക്തികളെ, തടസ്സമായി നിൽക്കുന്ന വ്യക്തികളെ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നെടുത്ത് മാറ്റുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല മക്കളെ. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ള സദ്വർത്തമാനമാണ് ഫിലിപ്പിയർ 4:19. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി ക്രിസ്തു യേശുവിൽ തീർത്തു തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം മുഖാന്തരം നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്വത്തോടെ യേശുവിലൂടെ പൂർണ്ണമായും അത് ഇന്ന് തീർത്തു തരാനായിട്ട് പോവുകയാണ്. അതേപോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലതും സാധ്യം. ഹല്ലേലൂയ. ഈ വചനങ്ങൾ നിങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കുക.
1 ദിനവൃത്താന്തം 4:10 യാബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ. ഇതേ നിങ്ങളുടെ അതിരിന്ന് വിസ്താരമാകട്ടെ. നിൻ്റെ അതിരിന്ന് വിസ്താരത്തിൽ കർത്താവ് കുറ്റി നീട്ടി അടിക്കുവാനായിട്ട് കർത്താവ് പറയുകയാണ്. നിങ്ങളുടെ സാമ്പത്തിക നന്മകൾ ഉറവകളെ പോലെ, ഒരിക്കലും അടയാത്ത ഉറവകളെ പോലെ ദൈവം ഈ ദിവസങ്ങളിൽ പുഷ്ടിയുള്ളതാകട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. സകല തടസ്സങ്ങളും ഇന്ന് ദൈവം തീർക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. കൂരിരുൾ താഴ്വരയിലൂടെ കടക്കുമ്പോഴും ഞാൻ ഒരു അനർത്ഥത്തെയും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. സങ്കീർത്തനം 23:4. ഓരോരോ വചനവും നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്ന വചനമാണ്. ഓരോരോ വചനവും നമ്മുടെ തടസ്സങ്ങളെ തകർക്കുന്ന വചനമാണ്. ഈ വചനങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ വിശ്വാസത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളെ ദൈവം ഇന്നെടുത്ത് മാറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പോലെ നിങ്ങളും വിശ്വസിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ എല്ലാ തടസ്സങ്ങളെയും മാറ്റി ദൈവം ഈ ദിവസങ്ങളിൽ പുതുവഴിവാതിലുകളെ കർത്താവ് ഈ നാളുകളിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചാട്ടെ. തടസ്സങ്ങളെ നീക്കുന്ന ദൈവം, തടസ്സമായി നിൽക്കുന്ന വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്ന ദൈവം, യോശുവയോട് കൂടെ ഇരുന്നത് പോലെ ഇരുന്നു കൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് ഇന്ന് നിങ്ങളോടും കൂടി ഇരിക്കുകയാണ്. കാറ്റിനെയും കോളിനെയും ഗദരദേശത്തേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാരോട് കൂടിയിരുന്ന് അതിനെയെല്ലാം അടക്കിയ ദൈവം, ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സകല തടസ്സങ്ങളെയും നീക്കി വിശാലതയിലേക്ക്, യബ്ബേസിൻ്റെ അതിരുകളെ വിശാലമാക്കിയതുപോലെ നിങ്ങളുടെ അതിരുകളെയും വിശാലമാക്കാനായിട്ട് പോവുകയാണ്. ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ ഇല്ലാത്തിടത്ത് വഴികളെ വെട്ടുകയും നദികളെ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ, ചെങ്കടലിനെ രണ്ടായി പിളർത്തി ഇസ്രായേൽ മക്കളെ അതിലൂടെ നടക്കുമാറാക്കിയ ദൈവം, അതേ കർത്താവ് ഇന്നും ജീവിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വഴിയില്ലാത്തിടത്ത് ആ വഴിയെ തുറക്കുന്ന ദൈവം, ഇസ്രായേൽ മക്കളെ ഓരോരുത്തരെയും വഴി നടത്തിയെങ്കിൽ, രാവിലും പകലിലും കർത്താവ് കൂടെ നടന്നെങ്കിൽ, അതേ കർത്താവ് ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവം നിങ്ങളോട് വാഗ്ദത്തം ചെയ്യുകയാണ്. സകല തടസ്സങ്ങളെയും സകല ബുദ്ധിമുട്ടുകളെയും എൻ്റെ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. ഹല്ലേലൂയ. അതേപോലെ കർത്താവെ, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു, ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ വ്യക്തികളുടെയും ജീവിതത്തിൽ എന്തെല്ലാം തടസ്സങ്ങൾ അനുഭവിക്കുന്നു കർത്താവെ, അവരുടെ ജീവിതത്തിൽ നിന്ന് തടസ്സം മാറ്റുന്ന ദൈവപ്രവൃത്തി ദൈവത്തിൽ നിന്ന് ഇന്ന് ഉത്ഭവിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നിന്ന് തടസ്സം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അവസ്ഥകൾ മാറട്ടെ കർത്താവെ. വലിയ പോരാളികളായി തടസ്സങ്ങളെ തകർക്കുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ്, വചനങ്ങൾ ഏറ്റുപറഞ്ഞ് അവരോരോരുത്തരും അവരുടെ ജീവിതത്തിൽ നിന്ന് തടസ്സങ്ങളെ നീക്കുന്ന നിലവാരത്തിൽ വലിയ ദൈവപ്രവൃത്തി ദൈവത്തിൻ്റെ പക്കലിൽ നിന്ന് ഉത്ഭവിക്കട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. തടസ്സങ്ങളെ നോക്കി വെല്ലുവിളിക്കുന്നവരായി ഇവർ ഓരോരുത്തരും മാറട്ടെ. വിശ്വാസത്തോടുകൂടെ കാൽച്ചുവടുകൾ യോർദാനിൽ വെക്കുന്നത് പോലെ ഇവർ ഓരോരുത്തരും തടസ്സങ്ങൾക്ക് നേരെ കാലുകൾ വെക്കുന്നവരായി, വിശ്വാസത്തോടെ കാലുകൾ വെക്കുന്നവരായി ഇവർ ഓരോരുത്തരും മാറട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. തടസ്സങ്ങൾ മാറി അനേക സാക്ഷ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി വരട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവസ്ഥകൾ മാറട്ടെ കർത്താവെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്നുള്ള തടസ്സങ്ങൾ നീക്കിയെന്നുള്ള സദ്വർത്തമാനം, സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ അറിയിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഇവരുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതം ചെയ്യണമേ. ദൈവമേ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു കർത്താവെ. ഇവർക്ക് വേണ്ടി അങ്ങ് പുതിയ കാര്യം ചെയ്തതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ് കർത്താവെ. അങ്ങെന്നെ ശ്രദ്ധ വെച്ച് കേട്ടതിനായി നന്ദി. ഇവരുടെ പ്രാർത്ഥനകൾ അങ്ങ് കേട്ടതിനായി നന്ദി. ഇവരുടെ കണ്ണുനീരിനെ അങ്ങ് മാറ്റാൻ പോകുന്നതിനായി നന്ദി. ഇവരുടെ ചുണ്ടിൽ ചിരിയെ അങ്ങ് കൊടുക്കാൻ പോകുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു. അങ്ങ് വിശാലത വരുത്തിയതിനായി നന്ദി പറയുന്നു. അങ്ങ് വഴിയെ തുറന്നതിനായി നന്ദി പറയുന്നു. അങ്ങ് വ്യക്തികളെ നീക്കിയതിനായി നന്ദി പറയുന്നു. തടസ്സങ്ങളെ മാറ്റി വിശാലത വരുത്തിയ ദൈവത്തിന് ഞങ്ങളിപ്പോൾ സ്തോത്രം പറയുകയാണ്. അങ്ങ് നാമത്തെ ഞങ്ങളിപ്പോൾ ഉയർത്തുകയാണ് കർത്താവെ. സകലതും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.